കടുത്ത സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോവുകയാണ് കോൺഗ്രസ് വനിതാ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. തനിക്ക് പറയാനുള്ള കാര്യം വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. CPM സൈബർ ഹാൻഡിലുകൾ ശ്രീനാദേവിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണെന്ന് പറയുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തനിക്കുള്ള സംശയങ്ങളാണ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് അവർ പങ്കുവച്ചത്. സമാനമായ രീതിയിൽ പലരും ആ ആശങ്ക നേരത്തെ പങ്കുവച്ചതാണ്. എന്നാൽ അതിന് എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന ചോദ്യമാണ് സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത്. അവർക്ക് പറയാനും തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാനുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീനാദേവി ശ്രമിച്ചത്. നിലവിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ശ്രീനാദേവി ഉയർത്തിയത്. രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ പലയിടത്തും സംശയമുണ്ട്. രാഹുലിനൊപ്പം താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാഹുലിനെതിരായ ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട്. എന്നാൽ പീഡനത്തിന് ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകിയെന്നും ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചുവെന്നുമുള്ള മൊഴികൾ സ്വാഭാവികമായും സംശയം തോന്നിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വിവാഹിതരാണെങ്കിൽ ആ ബന്ധത്തിന് വില കൽപ്പിക്കണമെന്നും അവർ പറയുന്നുണ്ട്. രാഹുൽ കുറ്റക്കാരനാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ശ്രീനാദേവി പ്രഥമ ദൃഷ്ട്യാ തെറ്റ് കണ്ടതുകൊണ്ടാകാം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നും പറയുന്നുണ്ട്. സത്യം പുറത്തു വരുന്നതുവരെ അദ്ദേഹത്തെ ക്രൂശിക്കരുത്. മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ പടച്ചുവിടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അതിജീവിതന്മാർക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്ന് ശ്രീനാദേവി ആവർത്തിക്കുന്നുണ്ട്. രാഹുലിനെതിരെ ഉയർന്ന പല പരാതികളിലും സംശയമുണ്ട്. ഒന്നാമത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്നും രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ആവർത്തിച്ചു തന്നെ പറഞ്ഞതോടെയാണ് സൈബർ ആക്രമണം അതിരുകൾ കടന്നത്. കുടുംബം ഒരാൾക്ക് മാത്രമല്ല, ഇപ്പുറത്തുമുണ്ട്. എന്നാൽ രണ്ടാൾക്കും ഒരേ പരിഗണന മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നും അവർ പറഞ്ഞു. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ്. പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ മെനയുന്നില്ലെന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണമെന്ന് ശ്രീനാദേവി പറയുന്നുണ്ട്. കൂടാതെ താൻ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിലും വിവാഹിതയായ സ്ത്രീയാണ് അവസാനത്തെ കേസിലും പരാതിക്കാരിയെന്നും അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും ശ്രീനാദേവി അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. അതിജീവിതന്മാർക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെറ്റ് കണ്ടതിനാലാകാം പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സത്യം പുറത്തു വരുന്നതുവരെ രാഹുൽ ക്രൂശിക്കപ്പെടാൻ പാടില്ലെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ CPI വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി മുൻപും രാഹുലിനെ പിന്തുണച്ചിരുന്നു. അതേ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ശക്തമായ എതിർവികാരങ്ങൾ നിൽക്കുമ്പോൾ ശ്രീനാദേവിയെ പോലുള്ള ന്യൂജൻ വനിതാ നേതാവിന്റെ പിന്തുണയിൽ നന്ദി പറയാതെ പറയുകയാണ് ശ്രീനാദേവിയുടെ വാക്കുകൾ ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം.